അപ്പോൾ തുടങ്ങാം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആ ദിവസം രാത്രി ഇതുപോലെ സംസാരം നടക്കുന്നു, അടി നടക്കുന്നു, അടിയോട് കൂടിയ അടി നടക്കുന്നു. കാരണം എൻ്റെ വീടിന് ഭിത്തികളില്ല. ഞാൻ നേരെ നോക്കുമ്പോൾ കാണുന്ന ആകാശമാണ്. ഒന്ന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ എൻ്റെ ചുറ്റും കുറേ മരങ്ങളൊക്കെ കാണുന്ന പോലെ തോന്നുന്നു. ചില വാക്കുകൾ മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ ഉറക്കെ വിളിച്ചും പറയുന്നുണ്ട്. അവിടെ ഈ മത്തിക്കൊട്ടയൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിൽ നെയ്മീൻ വരുമ്പോൾ ഇവന്മാരിങ്ങനെ ഓരോ മീനായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെ 8 നെയ്മീൻ നിരത്തി ഇട്ടിരിക്കുന്ന പോലെ 8 പേര് കിടക്കുന്നു. തുണിയില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ? അപ്പോൾ തുടങ്ങാം. എൻ്റെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനങ്ങനെ കോളേജിലൊന്നും പോകാറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ അറിയാറുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ കോളേജിൻ്റെ ഫെസ്റ്റ്, ആർട്സ് ഡേ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഞാൻ നേരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ മാത്രമല്ല, ഇതുപോലെ വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പരിപാടിയുടെ തലേ ദിവസം ഇതിൻ്റെ പ്രിപ്പറേഷൻ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ അവിടെ ഉണ്ടാകും. തലേ ദിവസം രാത്രിയിലും എല്ലാം ഉണ്ടാകും. എന്നാൽ ഈ പരിപാടി തുടങ്ങുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ആരും അവിടെ ഉണ്ടാകില്ല. കോളേജിൽ ഞങ്ങൾ പോകില്ല. പകരം അവിടെ നല്ല പ്രസൻറ്റ് ചെയ്യാൻ അറിയാവുന്നവരും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഈ പരിപാടിയെല്ലാം നടത്തിപ്പോക്കോളും. ഞങ്ങളിത് നേരെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ നടക്കുന്ന ഞങ്ങളുടെ കോളേജിൻ്റെ ആർട്സ് ഡേ. എൻ്റെ കോളേജിൽ 50 വർഷം തികയാണ്. അപ്പോൾ ഒരു വലിയ ആഘോഷമായിട്ട് നടത്തുകയാണ് ഈ ആർട്സ് ഡേ. അപ്പോൾ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. പതിവ് പോലെ തന്നെ ഞങ്ങളാരും ആദ്യത്തെ ദിവസത്തെ പരിപാടിയൊന്നും കണ്ടൊന്നുമില്ല. പക്ഷേ കൃത്യം വൈകുന്നേരമായ സമയമായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും അവിടെ എത്തി. ഞങ്ങളിങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിലുണ്ടാകും. ചെറിയ പണിയൊക്കെ എടുക്കും. എന്നാൽ നാളത്തേക്കെല്ലാം അവിടെ സെറ്റ് ആകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആ ദിവസം രാത്രി ഇതുപോലെ സംസാരം നടക്കുന്നു, അടി നടക്കുന്നു, അടിയോട് കൂടിയ അടി നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ആ രാത്രി അങ്ങനെ മുമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം നല്ലപോലെ രാത്രിയായി. ഏകദേശം ചെയ്തു തീർക്കാനുള്ള പണികളൊക്കെ ഒരു പരിധി വരെയൊക്കെ ചെയ്ത് തീർക്കുകയും ചെയ്തു. ഇനി ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം. അപ്പോൾ ഞങ്ങളുടെ കോളേജിന് വിശാലമായിട്ടുള്ള ഒരു OAT ഉണ്ട്, ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്. നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കോളേജ്. പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഓപ്പൺ എയർ തിയേറ്ററൊക്കെ ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പൺ എയർ തിയേറ്ററിലേക്ക് രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആയ സമയമായപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഒരു 7-8 പേരോളം ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുന്നു, വട്ടം കൂടിയിരിക്കുന്നു, പല കാര്യങ്ങൾ പറയുന്നു, ചർച്ചയാകുന്നു, അടിയാകുന്നു, ഇടിയാകുന്നു, ബഹളമാകുന്നു. അങ്ങനെ എല്ലാമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കട്ട്. പിന്നെ എൻ്റെ ഓർമ്മ വരുമ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ മുഖത്തുനിന്ന് പതുക്കെ ഈ പുതപ്പ് ഇങ്ങനെ മാറ്റുകയാണ്. പുതപ്പ് മാറ്റുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ദിവസം പോലും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കണ്ണിലേക്ക് ഭയങ്കരമായിട്ട് വെളിച്ചം അടിക്കുന്നു. ഉടനെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പുതപ്പ് അങ്ങോട്ട് മൂടി. എന്നിട്ട് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് പറയുകയാണ്, ഇവനൊക്കെ ഉത്തരവാദിത്വം ഇല്ലാത്തവന്മാരാണ് എൻ്റെ വീട്ടിൽ കൂടെ താമസിക്കുന്നവന്മാർ. ഇവനോടൊക്കെ 1000 തവണ പറഞ്ഞിട്ടുണ്ട് രാത്രി വന്ന് കിടക്കുന്ന അവസാനത്തവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ, കറണ്ട് ബില്ല് കൂടിക്കഴിഞ്ഞാൽ ഈ കാശ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, ഇവനൊക്കെ ഇത്ര ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്. ചില വാക്കുകൾ മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ ഉറക്കെ വിളിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചുറ്റും ഒരു ഗിഗ്ലിംഗ് സൗണ്ട്, ആരൊക്കെയോ എന്നൊക്കെ പറഞ്ഞൊരു കുഞ്ഞ് ചിരിക്കുന്ന ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ദേഷ്യം വന്നു. അതായത് ഞാൻ ഇവിടെ ദേഷ്യപ്പെടുന്ന കേട്ടിട്ടും ഏതോ ഒരുത്തൻ പിന്നെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കൂടെ മാറ്റുമ്പോൾ ഭയങ്കര ശക്തമായിട്ട് എൻ്റെ കണ്ണിലേക്ക് ഈ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആകട്ടെ എന്ന് പറഞ്ഞ് ഞാനിത് പതുക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വീടിന് ഭിത്തികളില്ല. ഞാൻ നേരെ നോക്കുമ്പോൾ കാണുന്ന ആകാശമാണ്. ഒന്ന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ എൻ്റെ ചുറ്റും കുറേ മരങ്ങളൊക്കെ കാണുന്ന പോലെ തോന്നുന്നു. ഇതെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നു? വല്ല വട്ടായി പോയതാണോ അതോ വല്ല തലയ്ക്ക് പിടിച്ചതാണോ എന്നൊക്കെയുള്ള രീതി ഞാൻ ചിന്തിച്ച് ഞാനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് വീണ്ടും ആ ചിരി എനിക്ക് കേൾക്കാം. അപ്പോൾ ആ സെക്കൻഡിൽ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ പുറകോട്ടും ഈ സൈഡിലോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ചുറ്റും നിറയെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഇങ്ങനെ, അതും എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരിങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഞാൻ വിചാരിക്കും ഇതെന്താ ഇത് വീണ്ടും ഇങ്ങനെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ കണ്ണ് നല്ലപോലെ തിരുമിയതിന് ശേഷം സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നു ഈ മീൻകടയൊക്കെ ഇല്ലേ, അവിടെ ഈ മത്തിക്കൊട്ടയൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിൽ നെയ്മീൻ വരുമ്പോൾ ഇവന്മാരിങ്ങനെ ഓരോ മീനായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെ 8 നെയ്മീൻ നിരത്തി ഇട്ടിരിക്കുന്ന പോലെ 8 പേര് കിടക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, തലേ ദിവസം രാത്രി നമ്മൾ കട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ, ആ OATയിൽ ഓപ്പൺ എയർ തിയേറ്ററിൽ കിടന്ന് ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞ് അലമ്പുണ്ടായി അവിടെ കിടന്നുറങ്ങിപ്പോയി. എല്ലാവരും കോളേജിലേക്ക് വരുന്ന സമയത്ത് ആ OATയിൽ കിടക്കുകയാണ് ഞങ്ങൾ 8 പേരും. ഞങ്ങളുടെ ചുറ്റും നിന്നിട്ട് ആൾക്കാർ ഞങ്ങളെ നോക്കി ചിരിക്കുകയാണ്. കുറച്ച് പേരിങ്ങനെ ഓപ്പൺ എയറിൽ കിടന്ന് ഉറങ്ങുന്നതിന് എന്താ ഇത്ര ചിരിക്കാനെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ചിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പുതപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുഖത്ത് ഞാനൊരു പുതപ്പ് മാറ്റിയെന്ന്. ഓപ്പൺ എയർ തിയേറ്ററിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് എവിടുന്ന് പുതപ്പ് കിട്ടാനാണ്? രാത്രി 2 മണിക്കോ 3 മണിക്കോ എങ്ങാണ്ട് കിടന്നുറങ്ങിയപ്പോൾ
തണുപ്പടിച്ച സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും ഉടുത്തിരുന്ന കൈലി പറിച്ചിട്ടാണ് ഞങ്ങൾ 8 പേരും പുതച്ചവിടെ കിടക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ഞങ്ങളെ പരിചയമുള്ളവരും ഇല്ലാത്തവരും ജൂനിയേഴ്സും സീനിയേഴ്സുമായിട്ടുള്ളവരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ തൊട്ടടുത്ത് നിന്നവന്മാരെ തട്ടി വിളിച്ച് എണീക്കടാന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഓരോരുത്തരായിട്ട് എണീക്കുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സിമിലർ ചിന്താഗതിയിലൂടെ കടന്നുപോയി കാണും. അതിനുശേഷം എല്ലാവരും ബോധം വന്നു. ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകണം. എഴുന്നേറ്റ് പോകുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ കൈലി ഒന്നും ഉടുത്താലേ എഴുന്നേറ്റ് പോകാൻ പറ്റൂ. അപ്പോൾ ഈ കൈലി പുതയ്ക്കുന്നവർക്കറിയാം, ഇതിനെ ഇങ്ങനെ സാധാരണ ഉടുക്കുന്ന രീതിയിൽ നമ്മൾ പുതച്ചാൽ ഒരു അര വരെയും നമുക്ക് പുതയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് നേരെ തിരിച്ച് വെച്ചിട്ടാണ് നമ്മളിത് പുതയ്ക്കുന്നത്. അതിനെ എടുത്ത് നേരെ ഉടുക്കണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നേ പറ്റൂ. തുണിയില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ? അതിന് പകരം ഈ 8 പേരും നിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും തിരിഞ്ഞും ഈ കൈലി ഓരോന്നായിട്ട് എടുത്ത് ഉടുത്ത് പതുക്കെ 8 പേരും എണീറ്റു. ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് കോളേജിൽ ഒരു ചെറിയ അടി ഉണ്ടാകുകയും ആ അടി ഉണ്ടായ ഒരു ദിവസം കോളേജിലൊരു ഫംഗ്ഷൻ നടന്നത് അലങ്കോലമാക്കി. അതിൻ്റെ ഇടയിൽ ആൾക്കാരുടെ മുമ്പിൽ കൂടെ വലിയ മാസ്സായിട്ട് നടന്നു പോയിട്ടുള്ള ഒരു വലിയ ഗ്യാങ്ങിൽപ്പെട്ട കുറച്ച് പേരാണ് ഇവിടെ കിടക്കുന്നത്. അന്ന് ആൾക്കാരുടെ മുഖത്ത് നെഞ്ചു വിരിച്ച് നോക്കിക്കൊണ്ട് പോയവർ അതേ ആൾക്കാരുടെ മുമ്പിൽ ഈ കൈലി കയറ്റി നെഞ്ചത്തെടുത്ത് പതുക്കെ ഇങ്ങനെ നിലത്തേക്ക് നോക്കി നടന്നു പോയ ആ പോക്ക് എൻ്റെ ജീവിതത്തിൽ ഈ പാമ്പിൻ്റെ പടം പൊഴിയുന്ന പോലെ എൻ്റെ തൊലി ഇതുപോലെ പൊളിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. അതുപോലത്തെ നാണം കെട്ട ഒരവസ്ഥയായിരുന്നു. കാര്യം ആരും ഒന്നും പറയുന്നും കളിയാക്കുന്നു ഒന്നും ഇല്ലെങ്കിൽ കൂടെ എല്ലാവരും ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ പുഴുങ്ങിയ ചിരി, ആ ചിരി എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നടന്നു വരുന്നു. പക്ഷേ കോളേജിൻ്റെ ഗേറ്റ് ഞങ്ങൾ കടന്നുകൂടാൻ ഞങ്ങളത് വിട്ടു. ഞങ്ങൾ പിന്നെ തിരിച്ച് കോളേജിലേക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോയി. കോളേജിനകത്ത് വലിയ പരിപാടികൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവരാരും പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എല്ലാവരും ആ കാര്യങ്ങളിലേക്ക് പോയി. ഇപ്പോൾ ഒരാളോ 2 പേരോ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കോ കൊല്ലുമായിരുന്നു ഈ സംഭവത്തിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം പോലെ ഞാൻ കളിയാക്കൽ കേൾക്കേണ്ട വന്നേനെ. പക്ഷേ ഇത് 8 പേരോളം ഉണ്ടായിരുന്നതുകൊണ്ടും ഇതിനെ ഒന്നും കളിയാക്കിയാൽ പ്രത്യേകിച്ച് നാണോ മാനോ ഒന്നും ഇല്ലയെന്ന് ആൾക്കാർക്ക് തോന്നിയതുകൊണ്ടാണോ എന്തോ ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വലിയ കളിയാക്കലുകളൊന്നും ഉണ്ടാകേണ്ട വന്നില്ലെങ്കിൽ കൂടെ ആളുകളുടെ മുമ്പിൽ ആ ഉറക്കം എണീറ്റ ആ നിമിഷവും അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വരെയുള്ള ആ സമയവും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ ചുറ്റും നിന്ന് ചിരിച്ച എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളാൽ ചിരിക്കപ്പെട്ട ഈ സംഭവം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് റീസെൻ്റായിട്ട് നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തത്. ഞാൻ ഒരു സ്ത്രീ പീഡകനായിട്ട് മാറിയ ഒരു സംഭവം, അതും എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാമുകിയുമായിട്ട്. ആ സംഭവം എന്താണെന്ന് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പറയാം. ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ സൈനിങ് ഓഫ്.